നമ്മുടെ നിത്യജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് കടം കൊണ്ടുള്ള ബുദ്ധിമുട്ട്. കടബാധ്യതയില്ലാത്ത ആളുകൾ വളരെ വിരളമാണ്. കടം എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. സ്ഥാനത്തും അസ്ഥാനത്തും കടം വാങ്ങിയിട്ട് കടബാധ്യതയുടെ ഏറ്റവും വലിയ നീരാളിപ്പിടുത്തത്തിൽ ഞെരിഞ്ഞമരുന്ന ബ്ലേഡുകാരുടെയും വട്ടിപ്പലിശക്കാരുടെയും അവരുടേതായ കൈകളിലേക്ക് നമ്മുടെ കഴുത്ത് വെച്ച് കൊടുക്കുന്ന അതിമാരകമായ ദുരന്തത്തിന് ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീ പുരുഷന്മാർ സാക്ഷികളായി കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു ഘട്ടം നമ്മുടെ ജീവിതത്തിൽ മുസ്ലിമിൻ്റെ ഒരു ദിവസത്തിൽ അവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളാണത്. കടമില്ലാത്ത ആളുകളുണ്ടാവില്ല. കടം പലപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് കടം വലിയ ഗൗരവമാണ്, ഗുരുതരമാണ്. വളരെ അനിവാര്യമായിട്ടുണ്ടെങ്കിൽ അല്ലാതെ കടം വാങ്ങാൻ പാടില്ല. കാരണം വലിയ ഗൗരവമുള്ള സംഗതിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടബാധ്യതയുള്ള ആളുകൾ മരിച്ചാൽ അവരുടെ ജനാസ കൊണ്ടുവരപ്പെടുന്ന ഘട്ടത്തിൽ അവർക്ക് വേണ്ടി നിസ്കരിക്കാറില്ലായിരുന്നു. സഹാബിമാരോട് പറയും, നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ ജനാസ നിസ്കരിക്കൂല. കടബാധ്യതയുള്ള മയ്യത്തിന് വേണ്ടി അവിടുന്ന് ജനാസ നിസ്കരിച്ചിട്ടില്ല. കടം വീട്ടാൻ ആളുണ്ടെങ്കിലേ അവിടുന്ന് വീട്ടിൽ നിന്ന് അറിഞ്ഞാലേ നിസ്കരിക്കുള്ളൂ. ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു. പിന്നീട് മുസ്ലിം പൊതു ഖജനാവിൽ പണം വന്നപ്പോഴാണ് പാവപ്പെട്ട കടബാധ്യതയുള്ള ആളുകളുടെ കടം ആരും ഏറ്റെടുക്കാനില്ലാതെ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് അന്ന് പൊതു ഖജനാവിൽ നിന്ന് വീട്ടിയിട്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നിസ്കരിച്ചിരുന്നത്. കടം വാങ്ങുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ കടം എനിക്ക് വീട്ടാൻ കഴിയോ? എനിക്കോ എൻ്റെ മക്കൾക്കോ വീട്ടാൻ കഴിയാത്തൊരു വലിയ കടത്തിൻ്റെ ബാധ്യതനായിക്കൊണ്ട് ഞാൻ മരിച്ചുപോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നഫ്സുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ ആത്മാവ് മുഅല്ലഖത്തുൻ, അത് ബന്ധിക്കപ്പെട്ട് കിടക്കും, മാക്കാന അലൈഹി ദൈനുൻ, അവൻ്റെ കടബാധ്യതയുമായിട്ട്. കടണ്ടെങ്കിൽ ആ കടബാധ്യത വീട്ടുന്നത് വരെ അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുകയില്ല. അള്ളാഹുവിങ്കൽ നിന്ന് അവന് മോക്ഷം ലഭിക്കുകയില്ല. വളരെ ഗൗരവത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഒരു മനുഷ്യന് നിർഭയനായി ജീവിക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? കടം ഇല്ലാതിരിക്കുമ്പോഴാണ്. കടം കൊണ്ട് വലഞ്ഞ ഒരാൾക്ക് ഭയത്തോടുകൂടെയല്ലാതെ പുറത്തിറങ്ങാൻ കഴിയൂല. കടക്കാർ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും. ഉറങ്ങാൻ കഴിയില്ല അവന്, ഭക്ഷണത്തിന് രുചിയുണ്ടാവില്ല അവന്. ഒരു ഇഖ്ലാസുള്ളൊരു കടബാധ്യതയുള്ളവൻ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തുഖീഫു അൻഫുസകും ബഅദ അംനിഹാ, നിങ്ങളുടെയൊക്കെ മനസ്സുകൾ നിർഭയമായ ഒരവസ്ഥക്ക് ശേഷം നിങ്ങൾ ആ മനസ്സുകളെ എന്ത് ചെയ്യരുതേ? പേടിപ്പിക്കരുതേ. മനസ്സുകൾ നിർഭയമായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കെ നിങ്ങളുടെ മനസ്സുകൾക്കകത്ത് നിങ്ങൾ പേടി കൊടുത്തുകൊണ്ട് ജീവിതം മുഴുവൻ പേടിയിൽ മുങ്ങിക്കൊണ്ടുള്ള ഒരു ഭയത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങൾ ജീവിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, വമാ ദാലിക യാ റസൂലല്ലാഹ്, അള്ളാഹുവെ, നിർഭയാവസ്ഥയിൽ നിന്ന് ഭയം വന്നുകൂടുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ നോക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്, അദ്ദൈൻ, കടമാണ്. കടം നിങ്ങളുടെ പെരടിയിൽ വന്നാൽ നിങ്ങളുടെ നിർഭയത്വം പോയി. നിങ്ങൾക്ക് പിന്നെ ഭയമാണ്. നിങ്ങൾ മരിക്കുന്ന നേരത്തും നിങ്ങൾ ഭയപ്പെടേണ്ടി വരും. കാരണം നിങ്ങൾക്ക് മോക്ഷം കിട്ടൂല, പാപമോചനം നിങ്ങൾക്ക് കിട്ടൂല. കാരണം നിങ്ങൾ നോക്കൂ, അനന്തരാവകാശ സ്വത്ത് വിഹിതം വെക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താണ്? മരണപ്പെട്ടവൻ്റെ വസിയത്തും കടമുണ്ട്, വസിയത്തിൻ യൂസി ബിഹാ ഔ ദൈനിൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. കടം വീട്ടണം. ആദ്യം അയാളുടെ മുതലിൽ നിന്ന് ആദ്യം എടുത്ത് കടം വീട്ടണം. കടം വീട്ടിയിട്ടാണ് മുതലോരിയൊക്കേണ്ടത്. അപ്പം കടം വീട്ടൽ നിർബന്ധമാണ് അയാളുടെ സ്വത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവകാശികൾ. ഇത് ഇസ്ലാം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കടം വാങ്ങുന്ന എല്ലാ ആളുകളും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. മാത്രമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? ആരെങ്കിലും ജനങ്ങളുടെ സമ്പത്തിൽ നിന്ന് കടം വാങ്ങുമ്പോൾ യുരീദു അദാഹ, അത് വീട്ടണം എന്ന ആത്മാർത്ഥതയോടെ മാത്രമേ വാങ്ങാവൂ. എങ്കിൽ അദ്ദല്ലാഹു അൻഹു, അള്ളാഹു അത് വീട്ടാനുള്ള സംവിധാനങ്ങൾ അവൻ ഒരുക്കി കൊടുക്കും. അതേ അവസരത്തിൽ ലമൻ അഖദഹാ, ആരെങ്കിലും കടം മേടിക്കുന്നത് യുരീദു ഇത്ലാഫഹാ, സ്വീപ്പാക്കണം, കൊടുക്കണ്ട, ഇപ്പാണ് വാങ്ങാ, പിന്നൊക്കെ ചോദിക്കുമ്പോൾ രാ 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 എന്നിങ്ങനെ പറയാ, തരാന്നേ,
അങ്ങനെ പറഞ്ഞ് സുയിപ്പാക്കാനാണെങ്കിൽ അത്ലഫഹുല്ലാ, അവൻ്റെ കാര്യവും നഷ്ടപ്പെടുത്തും, അള്ളാഹു അവൻ്റെ കാര്യവും നഷ്ടപ്പെടുത്തും, നാശമായിരിക്കും അവന് ഫലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് വളരെ അനിവാര്യമായ ഘട്ടത്തിലെ കടം വാങ്ങാവൂ. ഇനി അങ്ങനെ കടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കടം വീട്ടാനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. കടം വീട്ടാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ദുആയും വേണം. പണ്ഡിതന്മാർ പറഞ്ഞു, വലാ ബുദ്ദ മഅ ദുആഇ മിൻ ബദ്ലി സബബ്. കാരണങ്ങൾ, കടം വീട്ടാനുള്ള കാരണങ്ങൾ നീ അന്വേഷിക്കുന്നതുകൊണ്ടോ കൂടെ ദുആയുടെ കൂടെ തന്നെ, വലാ ബുദ്ദ മഅ ദുആഇ, ദുആ ഇരക്കുന്നതിൻ്റെ കൂടെ തന്നെ അനിവാര്യമാണ് മിൻ ബദ്ലി സബബി, കടം വീടുവാനുള്ള മാർഗങ്ങളെയും നീ അന്വേഷിക്കണം. വസ്സഈൽ ജാദി ലിസദാദിദ്ദൈൻ, കടം വീടുവാനുള്ള ഏറ്റവും കടുത്ത പരിശ്രമവും നിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. വല്ലസ്മുസ്സാദിഖി അലൽ വഫാഇ ബിഹി, അത് വീട്ടണം എന്ന സത്യസന്ധമായ തീരുമാനം നിനക്ക് വേണം. വൽമുബാദറതി ഇലാ ദാലിക ഫി അഖ്റബി വഖ്തിൻ യതഹയ്യഉ സദാദ്, എത്രയും പെട്ടെന്ന് കടം വീടാനുള്ള അവസരം വന്നു കിട്ടുന്നതിലേക്കുള്ള ഏറ്റവും വലിയ ശ്രമവും വളരെ ധൃതിപ്പെട്ടുകൊണ്ടുള്ള മുന്നേറ്റവും നിന്നിൽ നിന്ന് ആവശ്യമാണ്. അതോടൊപ്പം പിന്നത്തരാ എന്ന് പറഞ്ഞ് സുയിപ്പാക്കുന്നൊരു സ്വഭാവത്തിൻ്റെ ഉടമ ഒരിക്കലും നീ ആയി പോകരുത്. അങ്ങനെ അതിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നതോടൊപ്പം ആ ശ്രമങ്ങളുടെ വിജയത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതാണ് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, ഉസ്താദേ കടം കൊണ്ട് വലഞ്ഞിരിക്കുന്നു, എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? ദുആയുണ്ട്, തീർച്ചയായും ദുആയുണ്ട്. പക്ഷേ ആ ദുആ കൊണ്ട് മാത്രമായില്ല, ആ ദുആക്ക് അള്ളാഹുവിങ്കൽ നിന്ന് ഇജാബത്ത് കിട്ടണമെങ്കിൽ നമ്മാൽ കഴിയുന്ന രൂപത്തിലുള്ള അധ്വാനങ്ങൾ ആ കടം വീട്ടുന്നതിൻ്റെ മാർഗങ്ങളിലേക്ക് വളരെ ധൃതിപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം കൊണ്ട് വലഞ്ഞവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥന, ഇതൊരു ചെറിയ പ്രാർത്ഥനയാണ്, നിങ്ങൾക്കൊക്കെ പഠിക്കാൻ കഴിയും. അല്ലാഹുമ്മ ക്ഫിനീ ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനീ ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇക്ഫിനീ ബിഹലാലിക, നിന്റെ ഹലാല് കൊണ്ട് നീ എനിക്ക് മതിയാക്കണേ, അൻ ഹറാമിക, നിന്റെ ഹറാമിൽ നിന്നും എനിക്ക് നീ ഹലാലായത് തന്നെ തന്നിട്ട് ഹറാമിലേക്ക് ഞാൻ പോകാതെ നീ എനിക്ക് മതിയായത് ഹലാലിൽ നിന്ന് തരണേ. ഹലാലിൽ നിന്ന് നീ എനിക്ക് മതിയായത് നൽകിയിട്ട് എന്നെ ഹറാമിൽ നിന്ന് നീ എന്ത് ചെയ്യണേ? കാത്തുകൊള്ളണമേ. ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, വഅഗ്നിനീ, നീ എന്നെ സമ്പന്നനാക്കണേ, നീ എന്നെ ഐശ്വര്യവാനാക്കണേ, ബിഫളിക, നിന്റെ ഔദാര്യം നൽകിക്കൊണ്ട്, അമ്മൻ സിവാക, നീ അല്ലാത്തവരിലേക്ക് ഞാൻ യാചിച്ച് നടക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ എനിക്ക് ധന്യത നൽകിക്കൊണ്ട്, നീ എനിക്ക് സൗഭാഗ്യം നൽകി, നീ എനിക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യണേ. അല്ലാഹുമ്മ ക്ഫിനീ ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനീ ബിഫളിക അമ്മൻ സിവാക്. കടം കൊണ്ട് വലയുമ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ബദരീങ്ങളുടെ പേര് എഴുതി കെട്ടലല്ല, ബദരീങ്ങളുടെ പേര് എഴുതി തൂക്കലല്ല, ബദരീങ്ങളുടെ പേര് ഉരുവിടലല്ല. ബദർമാലയിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, എന്ത് വലിയ കടം കൊണ്ട് വലയുന്ന ആളുകൾ അസ്മാ ഉരത്താൽ കടം വീടും എന്നോവർ. വല്ലാത്ത കടത്തിൽ ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ ബദരീങ്ങളുടെ പേരിങ്ങനെ ദിക്റ് ചൊല്ലിയാൽ കടം വീടും എന്നോവർ എന്ന് ബദർമാലയിൽ പറയുന്ന വരി നമുക്ക് യോജിക്കാൻ കഴിയുന്ന ഇസ്ലാമികമായ വരിയല്ല. അല്ലൽ മീഗന്തേ കാടത്തിൽ അകപ്പെട്ടോർ അസ്മാ ഊരത്താൽ കാടം വീടും എന്നോവർ. അല്ലൽ മികന്ത കടത്തിൽ അകപ്പെട്ടോർ, വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുന്ന കടത്തിൽ ഒരാൾ അകപ്പെട്ടാൽ അസ്മാ ഉരത്താൽ കടം വീടുമെന്നോവർ. ബദരീങ്ങളുടെ പേരിങ്ങനെ പറയാം, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളുടെ പേരിങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ കടം വീടും എന്ന്. അത് നമുക്ക് ഒരിക്കലും ബദരീങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതല്ല. മറിച്ച് അവിടുന്ന് എന്താ ബദരീങ്ങളുടെ നേതാവ് പഠിപ്പിച്ചു തന്നതും ബദരീങ്ങളോട് പറഞ്ഞതും ബദരീങ്ങൾ ചൊല്ലിയതുമായൊരു ദിക്റുണ്ട്. അതെന്താ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്,
അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ മസ്ജിദ. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ മദീനത്തെ പള്ളിയിലേക്ക് പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ഫഇദാ ബിറജുലിൻ മിനൽ അൻസാർ, അവിടെയുണ്ട് അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി. അദ്ദേഹം ഇങ്ങനെ പള്ളിയിൽ ഇരിപ്പാണ്. യുഖാലു ലഹു അബൂ ഉമാമ, അദ്ദേഹത്തിൻ്റെ പേര് അബൂ ഉമാമയാണ്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു അസമയത്ത് പള്ളിയിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബാ ഉമാമ മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖ്തി സ്വലാഹ്, നിസ്കാരത്തിൻ്റെ സമയമല്ലാത്ത ഒരു സമയത്ത് പതിവില്ലാതെ നിങ്ങൾ എന്താണ് പള്ളിയിൽ തന്നെ ഇരിക്കുന്നത് അബൂ ഉമാമ? നബി തങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു, മറുപടി പറഞ്ഞു, ഹുമൂമുൻ ലസിമത്തിനി വദുയൂനുൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, മനക്ലേശം കൊണ്ട് ഞാനാകെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അതിന് ഏറ്റവും കാരണം വദുയൂനുൻ, എൻ്റെ കടങ്ങളാണ്. കടം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ, മനസ്സിനൊരു സമാധാനമില്ല. ഞാനങ്ങനെ പള്ളിയിലിരിക്കുകയാണ് പ്രവാചകരെ, എൻ്റെ സങ്കടം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നു, അഫലാ ഉഅല്ലിമുക കലാമൻ ഇദാ ഖുൽതഹു അദ്ഹബല്ലാഹു ഹമ്മക വഖദാ അൻക ദൈനക. ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ അബൂ ഉമാമ? ഇദാ ഖുൽതഹു, നീ അത് പറഞ്ഞാൽ, അദ്ഹബല്ലാഹു, അല്ലാഹ് നീക്കിക്കളയും, ഹമ്മക, നിന്റെ മനക്ലേശം, വഖദാ അൻക ദൈനക, നിന്റെ കടം വീടിക്കൊള്ളും. നിന്റെ കടം അല്ലാഹ് വീട്ടിത്തരും, അതിനുള്ള വകുപ്പ് അല്ലാഹ് തരും. ഞാനൊരു വാചകം പഠിപ്പിച്ചു തരട്ടെ, അത് നീ ചൊല്ലണം. ഖുൽതു, ഞാൻ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ പറഞ്ഞു തന്നാലും. ഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖുൽ ഇദാ അസ്ബഹത വ ഇദാ അംസൈത്, നീ പ്രഭാതത്തിലായാലും പ്രദോഷത്തിലായാലും ഇത് പറയണം. അപ്പം രാവിലെയും നമ്മൾ പറയണം, വൈകുന്നേരവും പറയണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, മനക്ലേശത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അശക്തിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വൽ കസൽ, എനിക്ക് ചെയ്യാനുള്ള ശക്തിയും ഇബാദത്തെടുക്കാനും പ്രവർത്തിക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ട്, പക്ഷേ മടിയ, ആ ആലസ്യത്തിൽ നിന്ന്, അലസതയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക, നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു, മിനൽ ജുബ്നി, ഭീരുത്വത്തിൽ നിന്ന്, പേടി, ഒന്നിനും മുന്നിട്ടിറങ്ങാൻ ധൈര്യമില്ല, ദഅവത്തിന് ഇറങ്ങാനും ധൈര്യമില്ല, നല്ല കാര്യത്തിന് മുന്നിലിറങ്ങാനും ധൈര്യമില്ല, നല്ല കാര്യങ്ങൾക്ക് പങ്കെടുക്കാനും ധൈര്യമില്ല. എന്തോ ഒരു ഭീരുത്വം മനസ്സ് വേട്ടയാടാണ്. ആ ഭീരുത്വത്തിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു. വൽ ബുഖ്ലി, ഏറ്റവും വലിയ ഒരു രോഗമാണ്, നമ്മുടെ മനസ്സിൽ പിടികൂടുന്ന ഒരു രോഗമാണ് പിശുക്ക്. വേണ്ടിടത്ത് പോലും ചെലവഴിക്കൂല. അങ്ങനെ മനുഷ്യന്മാരില്ലേ, അങ്ങനെ വേണ്ടിടത്ത് പോലും ചെലവഴിക്കൂല, പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് അങ്ങനെ ഓടും. ചെറിയ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് പോലും അവൻ്റെ ധനം അവൻ ചെലവഴിക്കൂല. ഇല്ലാഞ്ഞിട്ടല്ലാണ്ട് കൊടുക്കൂല, അല്ലെങ്കിൽ ചെലവഴിക്കൂല. പട്ടിണി കിടന്നിട്ടൊക്കെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാഹു തആല തന്നതുകൊണ്ട് ഭക്ഷണം കഴിച്ചൂടെ, ഹലാലായത് ജീവിച്ചൂടെ, അള്ളാഹു ഹലാലാക്കിയത്, അതുപോലും ഉണ്ടാവില്ല. ആകെ ഒന്നുമില്ലാത്ത മാതിരി അവൻ്റെ ജീവിതം ഉണ്ടാകുക, എട്ടങ്ങേറായി പ്രയാസപ്പെട്ടിട്ട്. അതൊരു മാനസിക രോഗമാണ്. അതേ അവസരത്തിൽ ഇസ്രാഹ് പാടില്ല. അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ അല്ലാഹു തആല പറഞ്ഞതല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കണം, സദഖ ചെയ്യണം. എന്നെ കെട്ടിട്ടിട്ട് വേണമെങ്കിൽ സക്കാത്താണ് കൊടുത്തോ, എന്നാലും എൻ്റെ കൈ കൊണ്ട് കൊടുക്കൂല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാനാണ് കൊടുക്കൂല, ഞാനാണ് കണ്ണ് ചിമ്മിക്കോളാം, അല്ലെ ഇന്നാണ് കെട്ടിട്ടോളി, എന്നിട്ട് മുതലാണ് കൊടുത്തോളി. അത്ര പോലും ഒരു പണം കയ്യുന്നൊരു നല്ല മാർഗത്തിലേക്കാണ് പോവാന്ന് പറഞ്ഞാൽ അസഹനീയത അനുഭവപ്പെടുന്ന മനസ്സിൻ്റെ ഉടമകൾ. വല്ലാത്തൊരു രോഗമാണത്. അള്ളാഹുവോട് രാവിലെയും വൈകുന്നേരവും കാവൽ ചോദിക്കേണ്ട രോഗമാണത്. അല്ലാഹുമ്മ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, പിശുക്കിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക, നിന്നോട് ഞാൻ കാവൽ തേടുന്നു,
മിൻ ഗലബത്തിദ്ദൈൻ, കടം കുമിഞ്ഞുകൂടുന്നതിൽ നിന്ന്, ദൈനിൻ്റെ ആധിക്യം, കടത്തിൻ്റെ ആധിക്യത്തിൽ നിന്ന്, കടം എന്നെ അതിജയിക്കുന്നതിൽ നിന്ന്, കടം എന്നെ പരാജയപ്പെടുത്തുന്നൊരു ദുരന്തത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വഖഹ്രി റിജാൽ, ആളുകൾ എന്നെ അടക്കി ഭരിക്കുന്ന, എൻ്റെ മേൽ കരുണയില്ലാത്ത ആളുകൾ എൻ്റെ മേൽ നിയമങ്ങൾ നടപ്പിലാക്കി എന്നെ കഷ്ടപ്പെടുത്തി ആളുകളുടെ കീഴിൽപ്പെട്ടുകൊണ്ട് ഞാൻ ഞെങ്ങി ഞെരുങ്ങി അമരുന്ന ഒരു ദുരന്തം, അതൊന്നുമില്ലാതെ നീ എന്നെ രക്ഷിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം നീ പ്രഭാതത്തിലായാലും പ്രദോഷത്തിലായാലും ഇതങ്ങ് പറഞ്ഞേക്ക് എന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫഫഅൽതു ദാലിക, ഞാനത് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നു. അതാ അവരെ പ്രത്യേകത. നമ്മൾ കുറേ കേട്ടില്ലേ, കുറേ ദുആ നമ്മൾ കേട്ടു. മുസ്ലിമിൻ്റെ ഒരു ദിവസം 33ാമത്തെ ക്ലാസ്സാണ്. കുറേ നമ്മൾ കേട്ടിട്ട് നമ്മളിത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നോ? ഇത് കേട്ടിട്ടേ ഉള്ളൂ ഈ അബൂ ഉമാമ. അള്ളാഹിൻ്റെ റസൂല് പരിഹാരം പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറയും, ഫഫഅൽതു ദാലിക, ഞാനതങ്ങ് മുടങ്ങാതെ ചെയ്തു, ഞാനതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി ഞാനത് നിർവഹിച്ചു. ഇപ്പം എന്തേ സംഭവിച്ചത്? ഫഅദ്ഹബല്ലാഹു തആല ഹമ്മി വഗമ്മി വഖദാ അന്നീ ദൈനി. അള്ളാഹു എൻ്റെ മനക്ലേശത്തെയും എൻ്റെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളുടെ പ്രതിസന്ധിയുടെ വിഷമങ്ങളെയും ഒക്കെ നീക്കിത്തന്നു. വഖദാ അന്നീ, എന്നിൽ നിന്നവൻ വീട്ടിത്തന്നു ദൈനി, എൻ്റെ കടം എനിക്ക് വീട്ടാനുള്ള വകുപ്പ് അല്ലാഹു തന്നു. അത് എവിടുന്നാന്ന് ചോദിച്ചാൽ നമ്മളറിയാത്ത മാർഗത്തിലൂടെ കിട്ടും. നമ്മൾ കണക്കൂട്ടുന്ന മാർഗമൊന്നുമല്ല. ഏതേത് മേഖലകളിലും സൂക്ഷ്മത പാലിച്ചാൽ ആ മേഖലയിൽ നമ്മളറിയാത്തൊരു റൂട്ടിലൂടെ അള്ളാഹ് നമുക്ക് തരും എന്നാണ് ഖുർആൻ പറയുന്നത്. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആര് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ യജ്അൽ ലഹു മഖ്റജ, അവൻ കുടുങ്ങൂല എന്നാ പറയുന്നത്. ഒരു സ്ഥലത്ത് കുടുങ്ങിയാൽ അവന് പുറത്ത് കിടക്കാനുള്ളൊരു വഴി അള്ളാഹ് നിശ്ചയിച്ചു. അതാ മഖ്റജ്, എക്സിറ്റ്. മഖ്റജ് എന്ന് പറഞ്ഞാൽ അതാ പുറത്ത് കിടക്കാനുള്ളൊരു വഴി അള്ളാഹ് കൊടുക്കും. വയർസുഖുഹു, അവനല്ല കൊടുക്കും, നൽകും. മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹ് കൊടുക്കുന്നു. അതേതാ വഴി? നമ്മൾ കണക്കൂട്ടിയിട്ടൊന്നുമില്ല, അതല്ല എന്തോ വഴിയെന്നൊന്നും നമുക്കറിയില്ല. അതിനെന്ത് വേണം? നല്ല ഉറച്ച തവക്കുൽ. ആ തവക്കുലോടൊപ്പം തവക്കുൽ ചെയ്യുന്ന കാര്യത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള അശ്രാന്തമായ അധ്വാനം, പരിശ്രമം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. കടം വീടാൻ വേണ്ടി പ്രാർത്ഥനയും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനല്ല പറഞ്ഞത്. ദുആ ഇരക്കണം. അതോടൊപ്പം വലാ ബുദ്ദ മഅ ദുആഇ, ദുആയുടെ കൂടെ തന്നെ വേണം മിൻ ബദ്ലിസ് സബബ്, ആ ദുആയുടെ കൂടെ തന്നെ കടം വീട്ടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് വസ്സഇൽ ജാദി, അശ്രാന്തമായ പരിശ്രമം നടത്തണം. വൽ അസ്മി സാദിഖി അലൽ വഫാഇ ബിഹി, അത് വീട്ടണം എന്ന നല്ല ചിന്ത വേണം. വൽ മുബാദറതി ഇലാ ദാലിക ഫി അഖ്റബി വഖ്തിൻ യതഹയ്യഉ സദാദ്, വളരെ അടുത്തൊരു സമയത്ത് എനിക്ക് ആ കടം വീട്ടണം എന്ന നിലക്ക് ഉത്സാഹത്തോടെ നീ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് മുന്നേറുകയും ചെയ്യണം. കൂടെ നീ ദുആ ചെയ്യുകയും വേണം. അള്ളാഹ് അതിനുള്ള മാർഗങ്ങൾ നിനക്കിങ്ങനെ എളുപ്പമാക്കി തന്നുകൊണ്ടിരിക്കും. നിത്യജീവിതത്തിൽ ഓരോരുത്തരെയും അലട്ടുന്നൊരു വിഷയമാണിത്. ഇത് അലട്ടാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഈ ദുആയും മാറണമെന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഉണർത്താനുള്ളത്.